So, effect of natural selection on a particular character. അവിടെ നമ്മൾ പറയുന്നത് ബോഡി സൈസിനെ കുറിച്ചാണ്. സോ നാച്ചുറൽ സെലക്ഷൻ ഒരു വേരിയബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ എടുക്കുക നിൽക്കുക. ബോഡി സൈസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രേറ്റിന് എടുക്കുമ്പോൾ എങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. 3 തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ ബോഡി സൈസ് എന്ന ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി സൈസ് എന്നുള്ളത് 3 തരത്തിൽ നേച്ചർ സെലക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ആ ട്രേറ്റിന്. ഫസ്റ്റ് വൺ സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഫസ്റ്റ് പോസിബിലിറ്റിയാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. സ്റ്റെബിലൈസിങ് സെലക്ഷനിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷനിലുള്ള ഓർഗാനിസത്തിന് ഒരുപാട് ലാർജസ്റ്റ് ബോഡി സൈസുള്ള ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, സ്മോളസ്റ്റ് ആയിട്ട് 2 എക്സ്ട്രീം, ഭയങ്കര ലാർജ് സൈസുള്ള ഓർഗാനിസം ഉണ്ടായിരിക്കും, ഭയങ്കര സ്മോൾ സൈസുള്ള ഓർഗാനിസം ഉണ്ടായിരിക്കും. ഇതിൻ്റെ മിഡിലുള്ള ആവറേജ് സൈസുള്ള ബോഡി സൈസുള്ള ഓർഗാനിസം ഉണ്ടായിരിക്കും. സോ സ്റ്റെബിലൈസിങ് സെലക്ഷനിൽ എന്താണ് സംഭവിക്കുക വെച്ചാൽ വെൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിൽ ലാർജും അല്ലെങ്കിൽ സ്മോളും 2 എക്സ്ട്രീം ആയിട്ടുള്ള ആ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് റിലേറ്റീവ്ലി ഫ്യൂവർ ഓഫ്സ്പ്രിങ്സ്. ഈ ലാർജും സ്മോളുമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് വളരെ കുറവ് ഓഫ്സ്പ്രിങ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു ദ നെക്സ്റ്റ് ജനറേഷൻ ദാൻ ആവറേജ് സൈസ്. സോ ഒരു ലാർജ് സൈസുള്ള കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്, സ്മോൾ സൈസുള്ള ഓർഗാനിസംസ് ഉണ്ട്, ആവറേജ് സൈസുള്ള ഓർഗാനിസംസ് ഉണ്ട്. സോ സ്റ്റെബിലൈസിങ് സെലക്ഷനിൽ നേച്ചർ ലാർജ് സൈസിനെയും അല്ല പ്രൊമോട്ട് ചെയ്യണേ, സ്മോൾ സൈസിനെയും അല്ല പ്രൊമോട്ട് ചെയ്യണേ, ആവറേജ് സൈസുള്ള ഓർഗാനിസത്തിനെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണേ. സോ ആവറേജ് സൈസുള്ള ഓർഗാനിസമാണ് കൂടുതൽ നമ്പർ ഓഫ് പ്രോജനീനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊടുക്കുന്നത്. ലാർജും സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽസും വളരെ കുറച്ച് ഓഫ്സ്പ്രിങ്സിനെ മാത്രമേ നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊടുക്കുന്നുള്ളൂ. ആവറേജ് സൈസുള്ള ഓർഗാനിസംസ് ആയിരിക്കും കൂടുതൽ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ സെലക്ഷനാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറയാം. സോ ഇവിടെ ഇൻഡിവിജ്വൽ എക്വയർ മീൻ ക്യാരക്ടർ വാല്യൂ, ലാർജുമല്ല സ്മോളുമല്ല, ഇതിൻ്റെ മീൻ ക്യാരക്ടർ വാല്യൂ ആണ് ഇവിടെ ഓർഗാനിസത്തിൻ്റെ ആ ഒരു ബോഡി സൈസിനെ നേച്ചർ സെലക്ട് ചെയ്യണേ. സോ ഇതുപോലത്തെ റേറ്റ് ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ഇങ്ങനത്തെ ഇവല്യൂഷൻ ഇവിടെ ഇങ്ങനെയുള്ള സ്റ്റെബിലൈസിങ് സെലക്ഷനാണ് ഒരു പോപ്പുലേഷനിൽ സംഭവിക്കുന്നതെങ്കിൽ, ഒരു സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ് നേച്ചർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവല്യൂഷൻ നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ റേറ്റ് വളരെ കുറവാണ്. സോ റേറ്റ് ഓഫ് ഇവല്യൂഷൻ സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. സോ സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻഡിവിജ്വൽസിനെയും സ്മോൾ ഇൻഡിവിജ്വൽസിനെയും അല്ല കൂടുതൽ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ജനറേഷൻ, കൂടുതൽ ഏതിനെയായിരിക്കും, ആവറേജ് സൈസിനെയായിരിക്കും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ നേച്ചർ സെലക്ട് ചെയ്യുന്നത് ഈ സെലക്ഷനിൽ ഏതാണ്, ലാർജും സ്മോളും ആവറേജ് ഉള്ളപ്പോൾ ആവറേജ് സൈസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ആവറേജ് സൈസ് പ്രൊഡ്യൂസ് ചെയ്യും, ലാർജും സ്മോളും കുറവ് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനത്തെ സെലക്ഷനാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. അങ്ങനെയുള്ള സ്റ്റെബിലൈസിങ് സെലക്ഷൻ നേച്ചർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ എവല്യൂഷൻ വളരെ സ്ലോ ആയിരിക്കും. രണ്ടാമത്തെ സാധ്യത ഡയറക്ഷണൽ സെലക്ഷൻ. ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, വെൻ ഇൻഡിവിജ്വൽസ് ഓഫ് 1 എക്സ്ട്രീം സൈസ്, ഇതേ പോപ്പുലേഷനിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിനെ, അത് എക്സ്ട്രീം സൈസുള്ള ഒരു ഇൻഡിവിജ്വലിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുക, കോൺട്രിബ്യൂട്ട് മോർ ഓഫ്സ്പ്രിങ്. ഒന്നുകിൽ ലാർജ് സൈസുള്ള ഇൻഡിവിജ്വൽസ് മാക്സിമം ജനറേഷനിലേക്ക് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്മോളർ സൈസുള്ള ഓർഗാനിസംസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മാക്സിമം ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഐദർ ലാർജ് അല്ലെങ്കിൽ സ്മോൾ, ഒന്നുകിൽ ലാർജ് സൈസുള്ള ഓർഗാനിസത്തിനെ പ്രൊമോട്ട് ചെയ്ത് മാക്സിമം ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്മോളർ സൈസുള്ള ഓർഗാനിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈസ് മാത്രം സെലക്ട് ചെയ്യുന്നു. അതാണ് ഡയറക്ഷണൽ സെലക്ഷൻ. ഐദർ ലാർജ് സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ്, ഏതിനെയാണോ സെലക്ട് ചെയ്യണത് അതിൻ്റെ മാത്രം മാക്സിമം ഓഫ്സ്പ്രിങ്സ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷണൽ സെലക്ഷൻ. സോ ഏതെങ്കിലും ഒരു സൈസ് മാത്രമേ നേച്ചർ സെലക്ട് ചെയ്യൂ, അത് എക്സ്ട്രീം സൈസ്, ഒന്നുകിൽ ലാർജ് അല്ലെങ്കിൽ സ്മോൾ. ഇത് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അതൊരു ഇവല്യൂഷണറി ട്രെൻഡും അതുപോലെ ഒരു പുതിയ ഓർഗാനിസം, ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറാനുള്ള സാധ്യത ഇങ്ങനത്തെ സെലക്ഷനാണ്. ഡയറക്ഷണൽ സെലക്ഷൻ ആണെങ്കിൽ ഉണ്ടാവും, ഒന്നുകിൽ ലാർജ് സൈസിൽ ഓർഗാനിസം മാത്രമായിട്ട് മാറും, അല്ലെങ്കിൽ സ്മോൾ സൈസിൽ ഓർഗാനിസം മാത്രമായിട്ട് മാറും. സോ അതൊരു ഇവല്യൂഷണറി ട്രെൻഡായിട്ട് മാറുന്നു. എങ്ങനത്തെ സെലക്ഷൻ? ഡയറക്ഷണൽ സെലക്ഷൻ.
മൂന്നാമത്തെ നേച്ചർ ഓപ്പറേറ്റ് ചെയ്യുന്ന സെലക്ഷൻ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. മൂന്നാമത്തെ സെലക്ഷനാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫേവേഴ്സ് ഇൻഡിവിജ്വൽസ് അറ്റ് ബോത്ത് എക്സ്ട്രീം സൈസ്. രണ്ട് എക്സ്ട്രീം സൈസിനെയും ഒരേ സമയം സൈമൾട്ടേനിയസ്ലി അവർ ഫേവർ ചെയ്യുകയാണെങ്കിൽ, നേച്ചർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ലാർജ് സൈസിനെയും പ്രൊമോട്ട് ചെയ്തു, മാക്സിമം നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് ജനറേഷനിലേക്ക് കൈമാറുന്നു. അതേപോലെ തന്നെ അതേസമയം സ്മോൾ സൈസിലുള്ള ഓർഗാനിസത്തിനെയും നേച്ചർ സെലക്ട് ചെയ്യുന്നു, അതിനും മാക്സിമം നമ്പർ ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറുന്നു. അങ്ങനെ രണ്ട് പീക്കുകളിൽ, ഒരു പീക്കിൽ ലാർജ് സൈസ്, മറ്റേ പീക്കിൽ സ്മോൾ സൈസ്, രണ്ടിനെയും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേപോലെ നേച്ചർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇങ്ങനെ രണ്ട് ബോഡി സൈസും ലാർജും സ്മോളും രണ്ട് എക്സ്ട്രീം സൈസിനെയും ഇതുപോലെ നേച്ചർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയും. ആ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ വളരെ റെയറായിട്ട് മാത്രമേ നേച്ചറിൽ നടക്കാറുള്ളൂ. സോ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ അത്ര എന്താ പറയുക ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കണം, വളരെ റെയറായിട്ട് മാത്രമേ ഇങ്ങനെ ഒരു ഇവല്യൂഷൻ നടക്കുള്ളൂ. സോ സ്റ്റെബിലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജും സ്മോളുമല്ല, അതിൻ്റെ ആവറേജ് സൈസിനെ മാത്രം നേച്ചർ സെലക്ട് ചെയ്ത് മാക്സിമം ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് ജനറേഷനിലേക്ക് കൈമാറുന്നു. അതേസമയം ഡയറക്ഷൻ സെലക്ഷനിൽ ഐദർ എക്സ്ട്രീം ലാർജ് അല്ലെങ്കിൽ എക്സ്ട്രീം സ്മോൾ ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറുന്നു. ഏതെങ്കിലും ഒന്നിനെ മാത്രം സെലക്ട് ചെയ്യുന്നു. മൂന്നാമത്തത് ഡിസ്റപ്റ്റീവ്, രണ്ട് എക്സ്ട്രീം സൈസിനെയും സെലക്ട് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റപ്റ്റീവ്. അതിൽ സ്റ്റെബിലൈസിങ് സെലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവല്യൂഷൻ വളരെ സ്ലോ ആയിരിക്കും. നേച്ചർ അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. നേച്ചർ ഡയറക്ഷണൽ സെലക്ഷൻ ഏതെങ്കിലും ഒരു സൈസിനെ മാത്രമാണ് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇവല്യൂഷണറി ട്രെൻഡ്, അതായത് ഒരു പുതിയ ഇവല്യൂഷണറി സ്പീഷീസ് തന്നെ ഉണ്ടാവാൻ, ലാർജ് സൈസിൻ്റെയോ സ്മോൾ സൈസിൻ്റെയോ ഒരു സ്പീഷീസ് തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നു ഡയറക്ഷൻ സെലക്ഷൻ ആണെങ്കിൽ. എന്നാൽ ഡിസ്റപ്റ്റീവ് ആണെങ്കിൽ രണ്ടും ലാർജും സ്മോളും ഒരേ സമയം സെലക്ട് ചെയ്ത് മാക്സിമം ഓഫ് സ്പ്രിങ്സിനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറുന്നു. അതാണെങ്കിൽ വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു ഇവല്യൂഷനാണ്.